ആദ്യം ഈ വീഡിയോ കാണുക. ഇത് വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വേണ്ടി കോൺഗ്രസ് വീട് നിർമ്മിക്കാൻ ഏറ്റെടുത്തിട്ടിരിക്കുന്ന സ്ഥലം ഡിവൈഎഫ്ഐക്കാർ കയ്യേറുമെന്ന വസീഫിന്റെ പ്രസ്താവനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രതികരണമാണ്. സ്വന്തം കിടപ്പാടത്തിൽ അതിക്രമിച്ചു കയറുന്നവരെ അടിച്ചിറക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർത്തും ന്യായമായിട്ടുള്ള കാര്യം. പക്ഷേ ഇത് സ്വന്തം കാര്യത്തിൽ മാത്രം പോരാ. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ, അതിലുപരി കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ പ്രത്യേകിച്ചും. ആദ്യം ആ വീഡിയോ കാണാം. കുടിലേറ്റി സമരം തുടങ്ങാണെന്ന് അവിടെ അടിച്ചുപൊടിക്കുകയാണ്. ഞങ്ങളുടെ സ്ഥലമാണ്. നമ്മുടെ വീടിന്റെ അകത്ത് വന്ന് നിങ്ങളുടെ വീടിന്റെ അകത്ത് വന്നിട്ട് ആരെങ്കിലും കുടിലേറ്റി സമരം ചെയ്യുമെന്ന് പറഞ്ഞാൽ അടിച്ചുപൊടിക്കൂലേ? ഞങ്ങൾ മേടിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് വന്ന് കുടിലേറ്റി സമരം ചെയ്താൽ അവിടെ അടിച്ചുപൊടിക്കും. കണ്ടല്ലോ, സ്വന്തം കിടപ്പാടം കയ്യേറുന്നവനെ അടിച്ചിറക്കുമെന്ന് വി.ഡി. സതീശൻ പറയുന്നതിനെ 100 അല്ല 101% പിന്തുണയ്ക്കുന്നു. പക്ഷെ ഒരു കാര്യം ഇവിടെ പറയട്ടെ, പൊതുസമൂഹം അതറിയണം. കോൺഗ്രസ് നേതാവും അരൂരിലെ UDF സ്ഥാനാർത്ഥിയുമായ ഷാനിമോൾ ഉസ്മാനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളുമായി ഒരു കൂട്ടം പ്രവാസികൾ രംഗത്തെത്തിയ കാര്യം നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാകും. ഷാനിമോൾ ഉസ്മാന്റെ ആവശ്യപ്രകാരം ഒരു കോൺഗ്രസ് നേതാവാണെന്നുള്ള അവരുടെ വിശ്വാസ്യത കണക്കിലെടുത്ത് ബാംഗ്ലൂരിലുള്ള ക്രൗൺ പ്ലാസ എന്ന കെട്ടിട സമുച്ചയത്തിലെ 20 അപ്പാർട്ട്മെന്റുകൾ ഡെവലപ്പർ ജോസഫ് ചാക്കോയും പ്രവാസികളായ രാജൻ ജോർജ് 5ഉം ശാന്തകുമാർ 3ഉം അപ്പാർട്ട്മെന്റുകൾ നടത്തിപ്പിനായി വിട്ടുകൊടുത്തു. ആ 28 അപ്പാർട്ട്മെന്റുകൾ ഉൾപ്പെടെ ക്രൗൺ പ്ലാസയിലെ 202 അപ്പാർട്ട്മെന്റുകൾ ഷാനിമോൾ ഉസ്മാന്റെ മരുമകൻ ഷനാസ് ഷാജഹാൻ കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഉടമസ്ഥരെ അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല. എടുത്ത അപ്പാർട്ട്മെന്റുകൾക്ക് വാടക നൽകുന്നില്ല. താനുമായി യാതൊരു കരാറിലും ഏർപ്പെട്ടിട്ടില്ലാത്ത 180ഓളം പ്രവാസികളുടെ അപ്പാർട്ട്മെന്റുകളിലെ ഉപകരണങ്ങളും സോളാർ പാനലുകളും വരെ എടുത്തു വിറ്റു. ഈ പാവം പ്രവാസികൾ വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള പല നേതാക്കൾക്കും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകി. സതീശന് പരാതി നൽകിയതിൻ്റെ ചിത്രമാണിത്. ചിത്രത്തിലുള്ളത് അപ്പാർട്ട്മെന്റ് ഉടമകളുടെ ലീഗൽ അഡ്വൈസറായ അഡ്വക്കേറ്റ് KC ഫിലിപ്പും ഡെവലപ്പർ ജോസഫ് ചാക്കോയുടെ മാനേജരുമായ ജോയ് പ്രസാദുമാണ്. ഇത്രയും ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടും അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ മത്സരിക്കാൻ എന്തിനാണ് അവസരം നൽകിയത്? വെറും ഒരു ആരോപണം മാത്രമാണെന്ന് പറഞ്ഞ് ഇതിനെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം രേഖകൾ നിരത്തി വെച്ചിട്ടാണ് ആ അപ്പാർട്ട്മെന്റ് ഉടമകൾ തങ്ങളുടെ സ്വത്ത് ഷാനിമോൾ ഉസ്മാന്റെ മരുമകൻ ഷനാസ് ഷാജഹാൻ കൈയടക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പാർട്ട്മെന്റ് ഉടമകൾ പരാതി തന്നത് പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശനാണ്. എന്നിട്ടും എന്തുകൊണ്ട് ആ പരാതിയിൽ നടപടിയെടുത്തില്ല? ഉത്തരം വേണം പ്രതിപക്ഷ നേതാവേ. കാരണം രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്ക് എന്തും ചെയ്യാമെന്നുള്ള ധാരണ ഇനി നടപ്പില്ല. 1ഉം 2ഉം കോടിയല്ല, ഏതാണ്ട് 100 കോടിയുടെ മുതലാണത്. സംഭാവന പിരിച്ചും പാട്ടപ്പിരിവ് നടത്തിയും ഉണ്ടാക്കിയ പണം കൊണ്ടല്ല ആ പ്രവാസികൾ ആ അപ്പാർട്ട്മെന്റുകൾ വാങ്ങിയത്. തങ്ങളുടെ നല്ല കാലം മണലാരണ്യത്തിൽ വിയർപ്പൊഴുക്കിയിട്ടാണ്. അത് തിരികെ കിട്ടണം, കിട്ടിയേ മതിയാകൂ.